ഇത് റിയൽമിയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ റിയൽമി C30 നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് അൺബോക്സ് ചെയ്യാം. റിയൽമി C30 എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ പരിശോധിക്കാം. അപ്പോൾ ഓർക്കുക, ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 10,000 രൂപയിൽ താഴെയായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വില വരുന്നത്. കാരണം റിയൽമി C സീരീസിൽ പുറത്തിറക്കുന്ന സ്മാർട്ട് ഫോണുകളെല്ലാം പ്രൈസ് കുറഞ്ഞ സ്മാർട്ട് ഫോണുകളാണ്. റിയൽമി C സീരീസിലെ ഏറ്റവും വില കൂടിയ സ്മാർട്ട് ഫോണിൻ്റെ വില പോലും ഒരു 12,000 രൂപയിൽ താഴെയാണ്. അപ്പോൾ എന്തായാലും C30 എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു 9,000-10,000 രൂപ പ്രൈസ് റേഞ്ചിനകത്ത് നിൽക്കുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും. എന്തായാലും C30 അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബോക്സിൽ തന്നെ ഒരു പ്രൈസിൻ്റെ കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതുപോലെ C30 എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ബോക്സിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, പേപ്പർ ക്വാളിറ്റി, അതിൽ തന്നെ ഒരു കുറവ് ഫീൽ ചെയ്യുന്നു. മറ്റ് റിയൽമിയുടെ വില കൂടിയ സ്മാർട്ട് ഫോണുകളെ അപേക്ഷിച്ച് ആ ഒരു ബോക്സ് ക്വാളിറ്റി കുറവാണ്. അപ്പോൾ ഇതിനകത്തൊരു മഞ്ഞ ബോക്സ് ഇതുപോലെ ഇരിക്കുന്നു. അതിനകത്ത് യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് കേസ് ഇതിനകത്ത് കൊടുത്തിട്ടില്ല, പ്രൈസ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. പിന്നെ ഇതിനകത്തുള്ളത് ഇതായിരിക്കുന്നു സ്മാർട്ട് ഫോൺ, അതിലേക്ക് വരാം. പിന്നെ ചാർജർ, ഒരു വലിയ സൈസുള്ള ചാർജറാണ്, 10 വാട്ടിൻ്റെ ചാർജറാണ്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇല്ല. അണ്ടർ 10,000 നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഈ ഫോണിൽ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അതുപോലെ ചാർജിങ് കേബിൾ ടൈപ്പ് സി ആണോ നോക്കട്ടെ, അല്ല, മൈക്രോ USB കേബിളാണ്. അപ്പോൾ 10,000 രൂപയിൽ താഴെ പോലും ഇപ്പോൾ ടൈപ്പ് സി കേബിൾ കൊടുക്കുന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളുണ്ട്. പക്ഷേ എന്തുകൊണ്ടെന്നറിയില്ല, ഇവിടെ മൈക്രോ USB ആണ് നൽകിയിരിക്കുന്നത്. അത് അല്പം നിരാശപ്പെടുത്തുന്നു എന്ന് തന്നെ പറയട്ടെ. എനിവേ, നമുക്കിനി ഫോണിലേക്ക് വരാം. ഇതേ ഇരിക്കുന്നു റിയൽമി C30. കാണാൻ നല്ല ലുക്കുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നോക്കി, ബാക്ക് സൈഡിലായിട്ട് ഒരൊറ്റ ക്യാമറ മാത്രമാണ് നൽകിയിരിക്കുന്നത്, ഒരൊറ്റ കണ്ണിൽ ലുക്ക്. അപ്പോൾ ഇവിടെ ഒരു ഡമ്മി 2 കറുത്ത സ്പോട്ടെങ്കിലും റിയൽമിക്ക് വെക്കാമായിരുന്നു ഒരു ചന്തത്തിന് വേണ്ടി. കാരണം ആ ക്യാമറ മൊഡ്യൂളിൻ്റെ സൈസ് ഉണ്ടല്ലോ, ഇത്രയും വലിയൊരു സൈസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഒരൊറ്റ ക്യാമറ, ആ ക്യാമറയുടെ സൈസ് കണ്ടില്ല, ഒരു വലിയ ഷേപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ആ സിംഗിൾ ക്യാമറ സെറ്റപ്പ് വന്നപ്പോൾ കാഴ്ചയ്ക്ക് ഒരു സുഖമില്ല. സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണ്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഓക്കെ എന്ന് നമുക്ക് പറയേണ്ടി വരും. നല്ല ഒരു സ്ട്രൈപ്പ് ഡിസൈനാണ് ഇവിടെ റിയൽമി നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന് ഒരു ബോക്സി ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അടുത്ത വീട്ടിൽ പണി നടക്കുന്നതുകൊണ്ട് ചെറിയ സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും, ക്ഷമിക്കുക. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ തിക്നെസ് പറഞ്ഞാൽ 8.5 mm ആണ് ഇതിൻ്റെ തിക്നെസ്. അതുപോലെ വെയിറ്റ് വന്നിട്ട് 182 ഗ്രാം ഭാരമാണ്. ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യാമെന്ന് വേണം പറയാൻ. എന്തായാലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ റിയൽമി എന്നും പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കും. ഈ ഒരു ഫോണിൻ്റെ ഇടത് സൈഡിൽ ഇതുപോലെയാണ് സിം ട്രേ കൊടുത്തിരിക്കുന്നത്. സിം ട്രേ ടൈപ്പ് ഉറപ്പായിട്ടും ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആയിരിക്കും. യെസ്, സംശയമില്ല, ട്രിപ്പിൾ കാർഡ് സ്ലോട്ട്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മുകളിൽ ഇവിടെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കൊടുത്തിട്ടില്ല. വലത് സൈഡിലാണ് വോളിയം റോക്കേഴ്സും പവർ ബട്ടണും കൊടുത്തിരിക്കുന്നത്. താഴെ 3.5 mm ഓഡിയോ ജാക്ക്, അതുപോലെ മൈക്രോഫോൺ, മൈക്രോ USB ചാർജിങ് പോർട്ട്, സ്പീക്കർ ഗ്രില്ല്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് മിസ്സിംഗ് ആണ്. അതായത് ഫിംഗർ പ്രിൻറ്റ് സംവിധാനം സ്മാർട്ട് ഫോണിനകത്ത് ഇല്ല. അത് അറ്റ്ലീസ്റ്റ് ബാക്കിലെങ്കിലും കൊടുക്കാമായിരുന്നു. ഒരുപാട് കുറവുകളുള്ളൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് റിയൽമി C30 എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. വിലക്കുറവുമാണ്, അതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ വിട്ടുവീഴ്ച റിയൽമി ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ബ്രൈറ്റ്നസ് ഏകദേശം ഒരു 50% ആണ് വെച്ചിരിക്കുന്നത്. നല്ലൊരു ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ മാക്സിമം ബ്രൈറ്റ്നസ്സിലേക്ക് പോകുമ്പോൾ കണ്ടില്ലേ, നല്ല ബ്രൈറ്റർ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഞാൻ തൽക്കാലം ഷൂട്ടിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടി ബ്രൈറ്റ്നസ് ഏകദേശം ഒരു 25% ആ റേഞ്ചിലേക്ക് വെക്കുന്നു. കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ. പക്ഷേ ഇവിടെ കണ്ടില്ലേ, വാട്ടർ ഡ്രോപ്പ് നോച്ചിലാണ് ഫ്രണ്ട് ക്യാമറ കൊടുത്തിരിക്കുന്നത്. 10,000 രൂപയിൽ താഴെ വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളിലും വാട്ടർ ഡ്രോപ്പ് നോച്ചാണെന്ന് ഓർമ്മിപ്പിച്ച് കൊള്ളട്ടെ. എന്നിരുന്നാലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഒരു ഫുൾ HD+ ഡിസ്പ്ലേ എങ്കിലും നൽകാമായിരുന്നു. കാരണം ഈ 10,000 രൂപയിൽ താഴെ വരുന്ന സ്മാർട്ട് ഫോണുകളിൽ ഫുൾ HD+ റെസൊല്യൂഷൻ ഉള്ള സ്മാർട്ട് ഫോണുകൾ ഉണ്ട് എന്ന് ഓർമ്മിപ്പിച്ചോളട്ടെ. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ആൻഡ്രോയിഡ് 11 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. അതുപോലെ റിയൽമിയുടെ യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള റിയൽമി UI R എഡിഷനിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. അപ്പോൾ റിയൽമി UI R എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽമിയുടെ ലൈറ്റർ ആയിട്ടുള്ള യൂസർ ഇന്റർഫേസ് ആണ് റിയൽമി UI R. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന് റാമും റോമും ഒക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റർ ആയിട്ടുള്ള ഒരു യൂസർ ഇന്റർഫേസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. പിന്നീട് ഇതിനകത്ത് ഇൻസ്റ്റാൾ ആയിട്ട് വരുന്ന ആപ്ലിക്കേഷനുകളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ആപ്ലിക്കേഷൻസ് ആണ് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത്. ഒരുപാടൊന്നുമില്ല. ഫോൺ പേ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നീട് ഇവിടെ ജോഷ് എന്ന് പറയുന്ന ഒരു ആപ്പ് കാണാം. അതുപോലെ ബാക്കിയെല്ലാം ഗൂഗിളിൻ്റേതായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും, ഗൂഗിളിൻ്റെ പല ആപ്ലിക്കേഷനുകളും ഗൂഗിളിൻ്റെ ലൈറ്റർ ആപ്ലിക്കേഷനുകളാണ് നൽകിയിരിക്കുന്നത്. ഗൂഗിൾ ഗോ പോലുള്ള ലൈറ്റർ ആപ്ലിക്കേഷൻസ് ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒരു മൊത്തത്തിലൊരു ലൈറ്റ് വെയ്റ്റ് സോഫ്റ്റ്വെയർ സെറ്റപ്പാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മറ്റ് ഫീച്ചറുകളെ കുറിച്ച് പറഞ്ഞാൽ ഇത് ബ്ലൂടൂത്ത് വെർഷൻ
5 സപ്പോർട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ്. മാത്രമല്ല ഇതിനകത്ത് ഡ്യുവൽ ബാൻഡ് വൈഫൈയുടെ സപ്പോർട്ട് നൽകിയിട്ടില്ല. ഇന്ന് വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളിലും ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് നൽകും. അതായത് 5 GHz വൈഫൈയും 2.4 GHz വൈഫൈയും സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇതിനകത്ത് 2.4 GHz വൈഫൈ മാത്രമേ സപ്പോർട്ടുള്ളൂ. ഓർക്കുക, ഇതൊരു 4G സ്മാർട്ട് ഫോണാണ്. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ യൂണിസോക്കിൻ്റെ T612 എന്ന പ്രോസറാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. 2 റാം വേരിയൻ്റ് ആണ്. 2GB റാമും 3GB റാമും. എന്നാൽ ഇൻറ്റേർണൽ മെമ്മറി വന്നിട്ട് 32GB മാത്രം. അതായത് 2GB റാം ഓപ്ഷൻ വാങ്ങിയാലും 32GB ആണ് ഇൻറ്റേർണൽ മെമ്മറി. 3GB റാം ഓപ്ഷൻ വാങ്ങിയാലും 32GB ആണ് ഇൻറ്റേർണൽ മെമ്മറി. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന യൂണിസോക്കിൻ്റെ T612 എന്ന പ്രോസർ നേരത്തെ തന്നെ റിയൽമിയുടെ C സീരീസ് സ്മാർട്ട് ഫോണുകളിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രോസറാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ AnTuTu സ്കോർ പരിശോധിച്ചാൽ ഏകദേശം 1,67,000 പുറത്ത് AnTuTu സ്കോർ ഉണ്ട്. അതൊരു വലിയ AnTuTu സ്കോർ ഒന്നുമല്ല. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സെറ്റപ്പിൽ ഓക്കെ എന്ന് വേണം പറയാൻ. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കരുത്. വലിയ ഗെയിമുകളൊന്നും തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിലും അങ്ങനെ കളിക്കാനൊന്നും സാധ്യമല്ല. നേരെ മറിച്ച് ടെമ്പിൾ റൺ, അതുപോലെ സബ്വേ സർഫേഴ്സ്, അങ്ങനെയുള്ള ഗെയിമുകൾ, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഗെയിമുകളൊക്കെ വേണം മാത്രമേ ഇതിനകത്ത് നമുക്ക് കളിക്കാൻ സാധിക്കൂ. ഇവർക്ക് ഇത് ഗെയിം കളിക്കാനുള്ളൊരു സ്മാർട്ട് ഫോൺ അല്ല. ഇനി ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ ബാക്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ സിംഗിൾ ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. 8 മെഗാപിക്സലിൻ്റെ ഒരു ബാക്ക് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫ്രണ്ടിൽ ഇത്തരത്തിൽ ഒരു റെസൊല്യൂഷൻ കുറഞ്ഞ ഒരു സെൽഫി ക്യാമറ ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചിൽ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫോട്ടോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാടൊന്നും പറയാനൊന്നുമില്ല. ഒരു നോർമൽ ഫോട്ടോ ക്വാളിറ്റിയാണ് ഇതിൻ്റെ ബാക്ക് ക്യാമറയിൽ നൽകുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ ഓക്കെ ആണെന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. അതുപോലെ സെൽഫി ഫോട്ടോകളെ കുറിച്ച് പറഞ്ഞാലും ഞാനിപ്പോൾ ഒരു സെൽഫി എടുത്ത് നോക്കാം. നല്ല ലൈറ്റിങ്ങിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് വലിയ തിരക്കേടില്ല എന്ന് മാത്രമേ പറയാം. അപ്പോൾ മൊത്തത്തിൽ ഒരു എന്താ പറയുന്നത്, ഒട്ടും ഇമ്പ്രസീവ് അല്ല ഈ ഒരു സ്മാർട്ട് ഫോൺ. കാരണം വില കുറയ്ക്കുന്നതിന് വേണ്ടി ഒരുപാട് വിട്ടുവീഴ്ചകൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വരുത്തിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം 1080-ൽ 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകൾ മാത്രമേ ഷൂട്ട് ചെയ്യാനാവൂ. അതുപോലെ സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് പവർ നൽകുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് 10 വാട്ടിൻ്റെ ചാർജർ, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊന്നും നൽകിയിട്ടില്ല. 10 വാട്ടിൻ്റെ ചാർജർ മാത്രമാണ് ഫോണിൽ നൽകിയിരിക്കുന്നത്. ലേക്ക് ബ്ലൂ, ബാംബു ഗ്രീൻ, ഡെനിം ബ്ലാക്ക് എന്നീ 3 നിറങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാവുക. നമ്മളിവിടെ പരിശോധിക്കുന്ന ഈ ഒരു കളർ എന്ന് പറയുന്നത് ലേക്ക് ബ്ലൂ എന്ന കളർ വേരിയൻ്റ് ആണ്. അടുത്തതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിംഗ് ആണ് അല്ലേ. അപ്പോൾ സത്യസന്ധമായിട്ട് പറയട്ടെ, ഈ ഫോൺ എന്താ പറയുന്നത്, ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ഞാൻ മൊത്തത്തിൽ ഒരു ഡള്ളായിട്ട് നിൽക്കുന്നു. അത് എൻ്റെ പ്രശ്നമല്ല. ഞാൻ ഈ റിവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ അൺബോക്സ് ചെയ്ത് ഫസ്റ്റ് ഇംപ്രഷൻ പറയേണ്ടി വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രശ്നമാണ്, എൻ്റെ പ്രശ്നമല്ല. അപ്പോൾ മെയിനായിട്ട് എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിസൈൻ വൈസിൽ ഈ പറഞ്ഞ ബാക്കിൽ ഒരു ക്യാമറ ഓക്കെ പ്രൈസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അതിൻ്റെ ഒരു ഡിസൈൻ കണ്ടില്ലേ, ഇന്ന് വരുന്ന ബാക്കിയുള്ള സ്മാർട്ട് ഫോണുകൾ ഈ 10,000 രൂപയിൽ താഴെ തന്നെ ഇതിലും ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഇതിന് ഫീച്ചറുകൾ നൽകുന്ന സ്മാർട്ട് ഫോണുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്നെ അത്ര ഇമ്പ്രസ് ചെയ്യിക്കുന്നില്ല. അതുപോലെ ഈ ബാക്ക് ക്യാമറയുടെ ആ ഒരു ഡിസൈനൊന്നും ഒരു സുഖമില്ല കാണാം മൊത്തത്തിൽ. അതുപോലെ ഫ്രണ്ട് ക്യാമറ വാട്ടർ ഡ്രോപ്പ് നോച്ചായിട്ട് കൊടുത്തിരിക്കുന്നു. അത് പിന്നെ ഓക്കെ ഈ പ്രൈസ് റേഞ്ച് എന്ന് പറയാം. അതുപോലെ ഒരുപാട് കുറവുകൾ, 2GB മാത്രമേ ബേസ് റാം ഉള്ളൂ. 3GB ആയാൽ പോലും നമ്മൾ ഹയർ വേരിയൻറ്റിൻ്റെ ഓപ്ഷൻ എടുത്താൽ പോലും 32GB ഉള്ളൂ ഇൻറ്റേർണൽ മെമ്മറി. അപ്പോൾ ഈ ഒരു 32GB നമ്മൾ ഒരു ഫേസ്ബുക്ക് 1-2 അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഫയൽ സൈസ് കൂടി ഓരോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പിന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാതാവും. വാട്സപ്പിലൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ നമുക്ക് ആരെങ്കിലും ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റേർണൽ മെമ്മറി പെട്ടെന്ന് ഇതിനകത്ത് ഫുള്ളാവും. അങ്ങനെ ഏത് കാര്യം നോക്കിയാലും ഇതൊരു ഭയങ്കര സംഭവമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പ്രൈസിങ് ഒരു അഗ്രസീവ് പ്രൈസിങ്ങിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കൊടുക്കുന്നതെങ്കിൽ മാത്രമേ ഇതിന് ഗുണം ഉണ്ടാവൂ എന്ന് ഓർപ്പിക്കട്ടെ. ഈ ഒരു സ്മാർട്ട് ഫോൺ ആരെയാണ് ഉന്നം വെക്കുന്നതെന്ന് കൂടി പറയാം. ഒരിക്കലും യുവാക്കളെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉന്നം വെക്കില്ല. കാരണം ഇതിൻ്റെ ഒരു ഗെയിം പോലും കളിക്കാൻ പറ്റില്ല. അതുപോലെ ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. കുറച്ച് പ്രായമായവർ ഒരു വാട്സപ്പ് നോക്കുക, ഫോൺ കോൾ ചെയ്യുക, അങ്ങനെയൊക്കെ മാത്രം ഉപയോഗിക്കുന്നവർക്ക് കുഴപ്പമില്ല. അതുപോലെ ഒരുപാട് ഗെയിമൊന്നും കളിക്കാത്തവർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ ഒരു 10,000 രൂപയിൽ കൂടുതൽ മുടക്കാൻ താല്പര്യമില്ലാത്തവർക്കും പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ് റിയൽമി C30.